വെൽക്കം ഓൾ എല്ലാവർക്കും ബിടെക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ പ്രാക്ടിക്കൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എങ്ങനെയാണ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നോക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഇൻ്റഗ്രേറ്ററിൻ്റെ ഡിസൈനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഡിസൈൻ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രാക്ടിക്കൽ സർക്യൂട്ട് ചെയ്യാനായി പോകുന്നത്. അപ്പോൾ ഇൻ്റഗ്രേറ്ററിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. റെസിസ്റ്ററും കപ്പാസിറ്ററും ഒക്കെ യൂസ് ചെയ്തിട്ട് കപ്പാസിറ്ററിന് അക്രോസ് ഔട്ട്പുട്ട് എടുക്കുന്ന ഒരു ഇൻ്റഗ്രേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതിപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബ്രെഡ് ബോർഡിലേക്ക് ഈ ഒരു കണക്ഷൻ ചെയ്യുക, എങ്ങനെയാണ് DSOയിൽ അതിൻ്റെ ഔട്ട്പുട്ട് നോക്കുക എന്നുള്ളതാണ് പറയാനായി പോകുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രാക്ടിക്കൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിന് 5.6Kയുടെ ഒരു റെസിസ്റ്ററാണ് നമുക്ക് ഡിസൈൻ ചെയ്തപ്പോൾ കിട്ടിയത്. സോ ഒരു 5.6Kയുടെ റെസിസ്റ്റർ ബ്രെഡ് ബോർഡിൽ കണക്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് 5.6K എടുത്തത് എന്നൊക്കെയുള്ള വീഡിയോ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാർട്ടും കൂടി കണ്ടിട്ടാണ്, ആ ഡിസൈൻ പാർട്ടും കൂടി കണ്ടിട്ടാണ് ഇത് മനസ്സിലാക്കുന്നതെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഈസി ആയിരിക്കും. സോ 5.6Kയുടെ ഒരു റെസിസ്റ്റർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബ്രെഡ് ബോർഡിൻ്റെ ആ ഒരു കണക്ഷനൊക്കെ എങ്ങനെയാണെന്ന് ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് ബോർഡിൻ്റെ കണക്ഷൻസ് അറിയാത്തവർക്കായിട്ട് ആ വീഡിയോ പോയി കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു റെസിസ്റ്റർ 5.6 കിലോമീറ്റർ റെസിസ്റ്റർ കണക്ട് ചെയ്തു. റെസിസ്റ്ററിൻ്റെ ഒരു എൻഡിലേക്ക് നമുക്ക് എന്ത് കൊടുക്കണം? നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരുന്ന 3.3 മ്യൂഫിൻ്റെ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യണം. അപ്പോൾ റെസിസ്റ്ററിൻ്റെ എൻഡ് എവിടെയാണോ ഇരിക്കുന്നത് ആ ഒരു വെർട്ടിക്കലായിട്ട് നിങ്ങൾക്ക് താഴേക്ക് 5 ഹോൾസ് കാണാൻ പറ്റും. അതിലേതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ലീഡ് വയ്ക്കുന്നു. കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ലീഡ് എന്ന് പറഞ്ഞാൽ ലെങ്ത് കുറഞ്ഞിട്ടുള്ളതായിരിക്കും. പോസിറ്റീവ് ലീഡിനായിരിക്കും ലെങ്ത് കൂടുതലുള്ളത്. ഇത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് പൊളാരിറ്റി നോക്കിയിട്ടായിരിക്കണം ലെഗ് കണക്ട് ചെയ്യേണ്ടത്. സോ റെസിസ്റ്റർ ഇരിക്കുന്ന ആ വെർട്ടിക്കലായിട്ടുള്ള 5 പോയിൻറ്റ്സിൽ എവിടെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ലെഗ് പ്ലേസ് ചെയ്യുക. നെഗറ്റീവ് എൻഡ് വേറൊരു പോയിൻറ്റിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ബ്രെഡ് ബോർഡിൻ്റെ കണക്ഷൻസിൻ്റെ വീഡിയോ നമ്മൾ ആദ്യത്തെ കുറച്ച് മുമ്പ് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിട്ടുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ റെസിസ്റ്ററും കപ്പാസിറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 മേജറായിട്ടുള്ള കോമ്പോണൻസാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത്. ഇനി എന്താണ്? ഇൻപുട്ട് കൊടുക്കുക, അതിൽ നിന്ന് ഔട്ട്പുട്ട് കപ്പാസിറ്ററിന് അക്രോസ് എടുക്കുക. ഇതാണ് നമുക്ക് വേണ്ടുന്ന കാര്യം. സോ നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് കപ്പാസിറ്ററിന് അക്രോസ് എടുക്കുക എന്ന് പറഞ്ഞാൽ പ്രോബ്, നമുക്ക് CRയുടെ പ്രോബ് കപ്പാസിറ്ററിന് അക്രോസ് കണക്ട് ചെയ്യുക. ഇനി ഇൻപുട്ട് എത്രയാണ് കൊടുക്കേണ്ടത്? ആ ഒരു റെസിസ്റ്ററിൻ്റെ എൻഡിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 10 VPP 1 kHz ഉള്ള ഒരു ഇൻപുട്ട് സിഗ്നൽ, ഒരു സ്ക്വയർ വേവാണ് ആ ഒരു റെസിസ്റ്ററിൻ്റെ എൻഡിൽ ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ 1 kHz ഉള്ള ഇൻപുട്ട് സിഗ്നൽ ആ ഒരു പ്രോബിൻ്റെ പോസിറ്റീവ് നമ്മൾ റെസിസ്റ്ററിൻ്റെ ഒരു എൻഡിലും മറ്റേ എൻഡ് ഗ്രൗണ്ടിലും ചെയ്യുക. അതുപോലെ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലായിരിക്കണം ഔട്ട്പുട്ട് പ്രോബിൻ്റെ പോസിറ്റീവ്, നെഗറ്റീവ് ഗ്രൗണ്ടിലും ആയിരിക്കണം. അപ്പോൾ നമുക്കിപ്പം എന്താണ് ചെയ്യേണ്ടത്? ആ ഒരു റെസിസ്റ്ററിന് 10 VPP 1 kHz ഉള്ള ഒരു സിഗ്നൽ കൊടുക്കണം. ഓക്കെ, നമുക്ക് ഈ ഒരു ഫങ്ഷൻ ജനറേറ്റർ യൂസ് ചെയ്തിട്ടായിരിക്കണം ഇൻപുട്ട് സിഗ്നൽ കൊടുക്കേണ്ടത്. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഫങ്ഷൻ ജനറേറ്റർ ഓർ സിഗ്നൽ ജനറേറ്റർ. ഇതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോബ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഫങ്ഷൻ ജനറേറ്ററിനകത്ത് നമുക്ക് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ നിന്ന് നമുക്ക് സൈൻ വേവ്, സ്ക്വയർ വേവ്, അങ്ങനെ പൾസ്, അങ്ങനെ പല ടൈപ്പ് വേവ്സ് എടുക്കാൻ പറ്റും. അതുപോലെ ഫ്രീക്വൻസി നോബ് യൂസ് ചെയ്തിട്ട് ഫ്രീക്വൻസി വേരി ചെയ്യാൻ പറ്റും. പൾസ് വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. DC ഓഫ്സെറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോബ്സ് ഈ ഒരു സിഗ്നൽ ജനറേറ്ററിനകത്ത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സിഗ്നൽ ജനറേറ്റർ യൂസ് ചെയ്താണ് 10 VPP 1 kHz ഉള്ള ഒരു ഇൻപുട്ട് സിഗ്നൽ നമുക്ക് ആ ഒരു റെസിസ്റ്ററിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു റെസിസ്റ്റർ കപ്പാസിറ്റർ, ആ ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിലേക്ക് കൊടുക്കേണ്ടത്.
അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ജനറേറ്ററിനകത്ത് നമുക്കൊരു പ്രോബ് കണക്ട് ചെയ്തിട്ട് ആ പ്രോബ് എന്ത് ചെയ്യുക, ഡി എസ് ഒയിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡി എസ് ഒയിൽ വരുന്ന ആ ഒരു വേവ് ഫോം അഡ്ജസ്റ്റ് ചെയ്ത്, അതായത് സിഗ്നൽ ജനറേറ്ററിൻ്റെ പറയുന്ന ആ ഒരു ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് വേവ് ഫോം കറക്റ്റ് ആണോ എന്ന് ഡി എസ് ഒയിൽ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇൻപുട്ട് സിഗ്നൽ സർക്യൂട്ടിലേക്ക് കൊടുക്കുക. സോ ഇൻപുട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഈ സിഗ്നൽ ജനറേറ്റർ യൂസ് ചെയ്യുകയാണ്. സ്ക്വയർ വേവ് 1 കിലോ ഹെർട്സുള്ള ഒരു സ്ക്വയർ വേവ് ഇതിൽ നിന്ന് നമുക്ക് സെറ്റ് ചെയ്യണം. സോ ഈ ഒരു പ്രോബ് ഫംഗ്ഷൻ ജനറേറ്ററിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഡി എസ് ഒയിൽ നമ്മളെന്താണ്, ഡി എസ് ഒയുടെ ഫസ്റ്റ് ചാനലിൽ ഞാനിപ്പോൾ ഒരു പ്രോബ് കണക്ട് ചെയ്തു. എന്തിനാണെന്ന് ചോദിച്ചാൽ സിഗ്നൽ ജനറേറ്ററിൽ നിന്ന് വരുന്ന സിഗ്നൽ എന്താണെന്ന് നമുക്കറിയില്ല. ആ ഒരു സിഗ്നൽ സ്ക്വയർ വേവ് ആണോ, 10 VPP ഉള്ളതാണോ, 1 കിലോ ഹെർട്സ് ഉള്ളതാണോ എന്ന് നമുക്ക് കാണണമെങ്കിൽ ഡിസ്പ്ലേക്ക് എന്ത് യൂസ് ചെയ്യണം, ഒരു ഡി എസ് ഒയിൽ കണക്ട് ചെയ്താലായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബിന് 2 എൻഡ് കാണും, പോസിറ്റീവ് നെഗറ്റീവ്, റെഡ് ബ്ലാക്ക് ആയിട്ടുള്ള ആ ഒരു 2 എൻഡ് നിങ്ങൾക്ക് 2 ക്ലിപ്പ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പ്രോബിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡി എസ് ഒയിൽ കണക്ട് ചെയ്തേക്കുന്ന ആ ഒരു ചാനൽ 1ൽ കണക്ട് ചെയ്തേക്കുന്ന പ്രോബുമായിട്ട് കണക്ട് ചെയ്ത് നോക്കി എന്ത് ചെയ്യുന്നു, ഈ ഒരു എക്യുപ്മെൻറ്റ്സ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സിഗ്നൽ ജനറേറ്ററിൽ നിന്ന് ഇപ്പോൾ വരുന്ന ഔട്ട്പുട്ട് എന്ന് നമുക്ക് ഡി എസ് ഒയിൽ കാണാൻ പറ്റും. എന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്താണോ സ്പെസിഫിക്കേഷൻ പറഞ്ഞേക്കുന്നത്, നമ്മുടെ നീഡ് എന്താണോ അതനുസരിച്ചിട്ട് വേവ് ഫോം സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു ഡി എസ് ഒയുടെയും ഫംഗ്ഷൻ ജനറേറ്ററിൻ്റെയും പ്രോബ്സ് തമ്മിൽ നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ ക്ലിപ്പ് ചെയ്തിട്ട് വരുന്ന സിഗ്നൽ എന്താണെന്ന് നമുക്ക് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നമുക്ക് ബ്രെഡ് ബോർഡിൽ വേണേലും കണക്ട് ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ക്ലിപ്പ് ചെയ്ത് നിങ്ങളെ കാണിക്കുകയാണ്. പോസിറ്റീവും നെഗറ്റീവും കൂടി ക്ലിപ്പ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ എക്യുപ്മെൻറ്റ്സ് ഓൺ ആക്കുമ്പോൾ എന്താണ് ആ ഒരു സിഗ്നൽ ജനറേറ്ററിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടെന്ന് നമുക്കറിയാൻ പറ്റും. അതിൽ നിന്ന് വരുന്ന ആ ഒരു സിഗ്നൽ എന്താണെന്ന് മനസ്സിലായാലാണ് നമുക്ക് ഇൻപുട്ടിൽ കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സിഗ്നൽ ജനറേറ്ററിൽ നിന്ന് നിങ്ങൾക്കൊരു സ്ക്വയർ വേവ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോബുണ്ട്. ഫംഗ്ഷൻ ജനറേറ്ററിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. അതിൽ നിന്ന് തന്നെയാണ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. ഈ ഒരു ഫ്രീക്വൻസി നോബ് വേരി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫ്രീക്വൻസി വേരി ആവുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഉള്ള ആവശ്യം എന്താണ്, എത്ര ഫ്രീക്വൻസിയാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്, ആ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഫ്രീക്വൻസി നോബും റേഞ്ച് സ്വിച്ചസും കൂടി യൂസ് ചെയ്തിട്ട് എന്താണ് ഫ്രീക്വൻസിയെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിഗ്നൽ ജനറേറ്റർ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സിഗ്നൽ ജനറേറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ ഒരു വേവ് ഫോം എന്ന് പറഞ്ഞൊരു നോബ് നിങ്ങൾക്ക് സ്വിച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഈ വേവ് ഫോം നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്ക്വയർ, പൾസ്, സൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പറ്റും. നമ്മുടെ നീഡ് എന്താണ്, സ്ക്വയർ വേവ് ആണ് വേണ്ടത്. സ്ക്വയർ വേവിന് 1 കിലോ ഹെർട്സ് ആയിരിക്കണം ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ സ്ക്വയർ വേവ് എന്നുള്ളത് വേവ് ഫോം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ഫ്രീക്വൻസി നോബ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു റേഞ്ച് സ്വിച്ചസും ഫ്രീക്വൻസി നോബും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീക്വൻസിയെ 1 കിലോ ഹെർട്സിൽ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിഗ്നൽ ജനറേറ്റർ അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും ആ ഒരു നോബ് ഫങ്ഷൻസ് എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ആയിരിക്കും വേരി ചെയ്യുക. സോ ഒരു 1 കിലോ ഹെർട്സ് ഉള്ള സ്ക്വയർ വേവ് ആണ്. ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു കാര്യമുണ്ട്, എന്താണ്, ഫ്രീക്വൻസി നമുക്ക് കറക്റ്റ് ഒരു 1 കിലോ ഹെർട്സിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ ഡിസൈൻ ചെയ്ത് വച്ചേക്കുന്നത് 1 കിലോ ഹെർട്സ് ആയിരുന്നു. ഓക്കെ, ഇനി ഈ ഒരു ഫംഗ്ഷൻ ജനറേറ്ററിലെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോബ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ആംപ്ലിറ്റ്യൂഡ് നോബ് എന്താ ചെയ്യുക, ഈ ആംപ്ലിറ്റ്യൂഡ് നോബ് വേരി ചെയ്താലാണ് നമുക്ക് കിട്ടുന്ന സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു ആംപ്ലിറ്റ്യൂഡ് നോബ് നമ്മൾ വേരി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഡി എസ് ഒയിൽ കിട്ടുന്ന വേവ് ഫോം. നമുക്ക് ഈ ടൈംബർ ഡിവിഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് വേവ് ഫോമിന് നമുക്കൊരു കാണാൻ പറ്റുന്ന ഒരു ഷേപ്പിലേക്ക് ആക്കി കൊടുക്കാം. ഓക്കെ, ടൈം പീരീഡ് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതാണ്. ഇനി
നമുക്ക് 10 VPP ഉള്ള ഒരു ഇൻപുട്ട് സിഗ്നലാണ് വേണ്ടുന്നത്. നമ്മൾ ഒന്നാമത്തെ ചാനലിലാണ് ഇൻപുട്ട് കണക്റ്റ് ചെയ്തേക്കുന്നത്. സോ ഈ ഫംഗ്ഷൻ ജനറേറ്ററിൽ നിന്ന് വരുന്നത് ആ ഒരു ആംപ്ലിറ്റ്യൂഡ് അഡ്ജസ്റ്റ് ചെയ്ത് 10 VPP ഉള്ള സിഗ്നലാക്കി മാറ്റുക. നമുക്ക് 20 VPP വരെയുള്ള സിഗ്നൽ ഈ ഒരു സിഗ്നൽ ജനറേറ്റർ യൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. നമുക്ക് എന്താണ് അത്യാവശ്യം ഒരു 10 VPP ഉള്ള ഒരു ഇൻപുട്ട് സിഗ്നൽ. അപ്പോൾ ഈ ഇൻപുട്ട് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എവിടെയാണ് മാറ്റേണ്ടത്? ആ VPP അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ആംപ്ലിറ്റ്യൂഡ് നോബ് വേരി ചെയ്താലാണ്. ശരിക്ക് ഈ ഒരു ഫംഗ്ഷൻ ജനറേറ്ററിനകത്താണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയൊക്കെ വേരി ചെയ്ത് വെക്കുന്നത്. DSO ജസ്റ്റ് നമുക്ക് ഡിസ്പ്ലേ മാത്രമാണ് കാണിക്കുന്നത്, അല്ലാതെ DSOയുടെ നോബ് അഡ്ജസ്റ്റ് ചെയ്താൽ VPP മാറത്തില്ല. ആ ഒരു കാര്യം മനസ്സിലാക്കുക. DSOയിൽ VPP മീൻസ് ആംപ്ലിറ്റ്യൂഡ് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ സിഗ്നലിൻ്റെ VPP വേരി ചെയ്യുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ ചാനലിൽ നിങ്ങൾക്ക് കാണാം 10 VPP ഉള്ള ഒരു സ്ക്വയർ വേവ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായി എന്താണ് ഈ സിഗ്നൽ ജനറേറ്ററിൽ നിന്ന് 10 VPP 1 kHz ഉള്ള ഒരു സ്ക്വയർ വേവാണ് സെറ്റായിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. വൺസ് നമ്മളിതിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് നമ്മൾ പിന്നെ നോബൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇനി എന്ത് ചെയ്യുക? ഇപ്പോൾ ഫംഗ്ഷൻ ജനറേറ്ററിൻ്റെ പ്രോബ് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ അത് ഡിസ്കണക്ട് ചെയ്തു. എന്നിട്ട് ഈ ഫംഗ്ഷൻ ജനറേറ്ററിൻ്റെ നോബിൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ നിന്ന് വരുന്ന സിഗ്നൽ ഒരു സ്ക്വയർ വേവ് ആണ്, ഇൻപുട്ട് സിഗ്നലാണ് നമ്മൾ സെറ്റ് ചെയ്തത് ഓൾറെഡി കണ്ടു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് സർക്യൂട്ടിലേക്ക് കൊടുക്കാം. ഓക്കെ, ഇത് സർക്യൂട്ടിലേക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ പ്രോബിൻ്റെ പോസിറ്റീവ് എവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞു റെസിസ്റ്ററിൻ്റെ ആ ഒരു എൻഡ് ഇരിക്കുന്ന 5 പോയിൻറ്റ്സ് വെർട്ടിക്കലി ഉണ്ട്. അതിലേതെങ്കിലും ഒരു പോയിൻറ്റ്സിൽ നമ്മൾ പോസിറ്റീവ് കൊണ്ട് കൊടുത്താൽ മതി, അത് തമ്മിൽ കണക്റ്റ് ആയിക്കോളും. ഓക്കെ, അത് കഴിഞ്ഞ് നെഗറ്റീവ്, പ്രോബിൻ്റെ നെഗറ്റീവ് എവിടെയാണ് കൊടുക്കുന്നത്? കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് എവിടെയാണോ നമ്മൾ പ്ലേസ് ചെയ്തിരുന്നത്, നമ്മളിപ്പോൾ ഹൊറിസോണ്ടലി ഉള്ള ആ ഒരു പോയിന്റിലാണ് വെച്ചേക്കുന്നത്. എന്താണ് ബ്രെഡ് ബോർഡിൻ്റെ കണക്ഷൻ മനസ്സിലാക്കാൻ നമ്മളിപ്പോൾ ആ ഒരു ഹൊറിസോണ്ടൽ പോർഷനിലാണ് വെച്ചേക്കുന്നത്. സോ ഹൊറിസോണ്ടലായിട്ട് വരുന്ന ഹോൾസുകൾ തമ്മിലാണ് കണക്റ്റഡ് ആയിട്ടിരിക്കുക. അപ്പോൾ ആ ഒരു പ്രോബിൻ്റെ ഇൻപുട്ട് പ്രോബിൻ്റെ നെഗറ്റീവ് എങ്ങോട്ട് പോകണം? കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് എവിടെയാണോ ഇരിക്കുന്നത് ആ പോയിന്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ഇരിക്കുന്ന പോർഷനിലേക്ക് ഇൻപുട്ട് ഫംഗ്ഷൻ ജനറേറ്ററിൻ്റെ എന്താണ് നെഗറ്റീവ് പ്രോബ് കണക്ട് ചെയ്ത് കൊടുക്കുക. ഫംഗ്ഷൻ ജനറേറ്ററിൽ അല്ലെങ്കിൽ സിഗ്നൽ ജനറേറ്ററിൽ നിന്ന് വരുന്ന പോസിറ്റീവ് പ്രോബ് റെസിസ്റ്ററിൻ്റെ ഒരു എൻഡിലും മറ്റേ എൻഡ് എവിടെ കണക്ട് ചെയ്യുന്നത്? കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ഇരിക്കുന്ന പോയിന്റിലുമാണ് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് അത്രയും ഓരോ പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് സിഗ്നൽ ഉണ്ടല്ലോ, ഇപ്പോൾ സിഗ്നൽ ജനറേറ്ററിൻ്റെ പോസിറ്റീവ് നമ്മൾ എവിടെ കൊടുത്തു? ആ ഒരു റെസിസ്റ്ററിൻ്റെ എൻഡിൽ കൊടുത്തു. ആ പോസിറ്റീവ് ഇരിക്കുന്ന പോയിന്റിലേക്ക് DSOയുടെ ഫസ്റ്റ് ചാനലിൻ്റെ പോസിറ്റീവ് എൻഡ് കണക്ട് ചെയ്തു. അതുപോലെ നെഗറ്റീവ് എൻഡ് കപ്പാസിറ്ററിൻ്റെ ആ ഒരു നെഗറ്റീവ് ലെഗ് ഇരിക്കുന്ന പോയിന്റിലേക്ക് കണക്ട് ചെയ്തു കൊടുത്തു. ഓക്കെ, എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ എന്താണോ നമ്മൾ സിഗ്നൽ ജനറേറ്ററിൽ നിന്ന് കൊടുത്തേക്കുന്ന ഇൻപുട്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ചാനൽ 1ലാണ് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതുപോലെ ചാനൽ 2 നമുക്ക് ഔട്ട്പുട്ട് കാണാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഔട്ട്പുട്ടിൻ്റെ പ്രോബ് എവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്? ഔട്ട്പുട്ടിൻ്റെ പ്രോബിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്യേണ്ടത് നമുക്ക് ആ ഒരു സർക്യൂട്ട് ഡയഗ്രം നോക്കിയാലും മനസ്സിലാവും. ഔട്ട്പുട്ട് പ്രോബിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്യേണ്ടത് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ഇരിക്കുന്ന പോയിന്റിലാണ്. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ഇരിക്കുന്ന ആ ഒരു വെർട്ടിക്കലായിട്ടുള്ള 5 പോയിൻറ്റ്സിൽ എവിടെ വേണേലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പ്രോബിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു കപ്പാസിറ്ററിൻ്റെ എൻഡിലേക്കുള്ള പോസിറ്റീവ് പ്രോബിൻ്റെ കണക്ഷൻ ആയിക്കോളും. ഓക്കെ, ഇപ്പോൾ പോസിറ്റീവ് പ്രോബ് കണക്ട് ചെയ്തു. നെഗറ്റീവ് പ്രോബ് എവിടെയാണ്? കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ഇരിക്കുന്ന പോയിന്റിൽ, ആ ഹൊറിസോണ്ടൽ പോയിന്റിൽ എവിടെയെങ്കിലും കണക്ട് ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ നമ്മൾ ഇൻപുട്ട് കണക്ട് ചെയ്തു, ഔട്ട്പുട്ട് കണക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു റെസിസ്റ്ററുണ്ട്, കപ്പാസിറ്ററുണ്ട്. റെസിസ്റ്ററിൻ്റെ ഒരു എൻഡിലേക്ക് ഇൻപുട്ട് സിഗ്നൽ ജനറേറ്ററിൽ നിന്ന് കണക്ട് ചെയ്തു. അത് കാണാനായിട്ട് DSOയുടെ ഒരു ചാനൽ, ഫസ്റ്റ് ചാനൽ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇൻപുട്ട് കൊടുത്തിരുന്ന പോയിന്റിൽ അതുപോലെ ഔട്ട്പുട്ട് കാണാനായിട്ട് DSOയുടെ സെക്കൻഡ് ചാനൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കപ്പാസിറ്ററിനെ ക്രോസ് കൊടുത്തിട്ടുണ്ട്, കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലും നെഗറ്റീവിലായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനൊരു വേവ് ഫോം നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു യെല്ലോ കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ചാനൽ 1. ചാനൽ 1ൽ നമ്മൾ എന്താണ് കൊടുത്തത്, സ്ക്വയർ വേവാണ് ഇൻ്റഗ്രേറ്ററിന് ഇൻപുട്ടായിട്ട് കൊടുത്തത്. സോ ഇൻ്റഗ്രേറ്ററിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്കൊരു ട്രയാങ്കുലർ വേവായിട്ട് നിങ്ങൾക്ക് ഔട്ട്പുട്ട് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സൈഡിൽ നമുക്ക് ഇതിൻ്റെ ഒരു VPP ഫ്രീക്വൻസിയൊക്കെ മെഷർമെൻറ്റ് കാണാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ ഡിസൈൻ പറഞ്ഞിരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇൻ്റഗ്രേറ്ററിൻ്റെ RC ടൈം കോൺസ്റ്റൻറ്റും ഇൻപുട്ട് സിഗ്നലിൻ്റെ ടൈം പീരീഡും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് സിഗ്നൽ എന്ന് പറഞ്ഞാൽ 10 VPP ഉള്ളൊരു സിഗ്നലാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ട് നോക്കുക, 184 മില്ലി വോൾട്ട് റേഞ്ചിലുള്ള ഒരു ഔട്ട്പുട്ടാണ് കപ്പാസിറ്ററിന് എക്രോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അതായത് സ്ക്വയർ വേവിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് കപ്പാസിറ്റർ ചാർജ് ചെയ്ത് തുടങ്ങുന്നു. ആ പീക്കിൽ എത്തുന്നതിന് മുമ്പ് തന്നെ RC ടൈം കോൺസ്റ്റൻറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ചാർജിങ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ, പോസിറ്റീവ് പീക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുന്നു, ആ ഒരു നെഗറ്റീവ് പീക്കിലേക്ക് കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നു. അപ്പോൾ ആ ഒരു വോൾട്ടേജ് ഒരിക്കലും ആ ഒരു പീക്ക് വോൾട്ടേജിലേക്ക് കപ്പാസിറ്ററിന് ചാർജ് ചെയ്തെത്താൻ പറ്റുന്നില്ല. ആ ഒരു RC ടൈം കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗ്രേറ്ററാണ് ആരെക്കാട്ടി, നമ്മൾ കൊടുത്തേക്കുന്ന ഇൻപുട്ട് സിഗ്നലിനെ കാട്ടി. നമ്മൾ ഡിസൈൻ പറഞ്ഞ സമയത്ത് ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നതെന്ന്. കപ്പാസിറ്റർ ചാർജ് ചെയ്ത് തുടങ്ങി ആ ഒരു പോസിറ്റീവ് പീക്ക് എത്തുന്നതിന് മുന്നേ തന്നെ അടുത്ത ടൈം സൈക്കിൾ വരുവാണ്, അടുത്ത നെഗറ്റീവ് പീക്ക് വരുവാണ്. സോ കപ്പാസിറ്റർ ഡിസ്ചാർജ് ആവുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഔട്ട്പുട്ട് വേവ് ഫോം കിട്ടുന്നത്. അത് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ റഫായിട്ടൊന്ന് നോക്കുവാണെങ്കിൽ ഇതായിരുന്നു അന്ന് ഡിസൈൻ ചെയ്തിരുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത്. 5.6Kയും കപ്പാസിറ്റർ 3.3 മ്യൂഫും എടുത്തു. ആ സമയത്ത് നമ്മൾ 1 kHz ഉള്ള ഒരു സിഗ്നലാണ് ഇൻപുട്ടായിട്ട് കൊടുത്തിരുന്നത്. ടൈം പീരീഡ് 1 മില്ലി സെക്കൻഡാണ്. ഈ ഒരു RC ടൈം കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ RDCയുടെ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി, നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് സിഗ്നലിനെക്കാട്ടി മച്ച് ഗ്രേറ്ററാണ് എന്ന് നമുക്ക് മനസ്സിലായി. സോ അതുകൊണ്ടാണ് ആ ഒരു ചാർജിങ് അങ്ങനെ വന്നത്. ഇനിയിപ്പോൾ നോക്കൂ, ഇത് ഇൻ്റഗ്രേറ്റർ അല്ല. ഇൻ്റഗ്രേറ്റർ ആണെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം RC ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ടൈം പീരീഡ് ഓഫ് ഇൻപുട്ട് സിഗ്നൽ ആയിരിക്കണം. പക്ഷേ ഇപ്പോൾ RCയുടെ വാല്യൂ ടൈം പീരീഡിനെക്കാട്ടി ചെറുതായിരുന്നു എങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അതും കൂടി നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ കപ്പാസിറ്ററിന് വേറൊരു വാല്യൂ ഇട്ട് കൊടുത്തു, 0.01 മ്യൂഫ് എടുത്തിട്ട് ഡിസൈൻ ചെയ്ത് നോക്കിയപ്പോൾ RCയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ടൈം പീരീഡിനെക്കാട്ടി കുറഞ്ഞൊരു വാല്യൂ ആക്കി ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. എന്ന് പറഞ്ഞാൽ ആ ഇൻ്റഗ്രേറ്ററിൻ്റെ കണ്ടീഷനല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇൻ്റഗ്രേറ്റർ ആവണമെങ്കിൽ RC ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ടൈം പീരീഡ് എന്ന് പറഞ്ഞു. ഇനി RC ചെറുതായിരുന്നു എങ്കിൽ ടൈം കോൺസ്റ്റൻറ്റ് നമുക്ക് ഇൻപുട്ട് ടൈം പീരീഡിനെക്കാട്ടിയും വളരെ കുറവാണെങ്കിൽ നമുക്ക് എന്താണ്, ഇതുപോലുള്ള ഒരു സിഗ്നലായിരിക്കും കിട്ടുന്നത്. ഇവിടെ ഇൻ്റഗ്രേഷൻ നടക്കുന്നില്ല. ഇവിടെ നമുക്ക് കാണാൻ പറ്റും കപ്പാസിറ്റർ ഓൾമോസ്റ്റ് കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് സിഗ്നലിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, ചാർജ് ചെയ്ത് പോകുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ RC ടൈം കോൺസ്റ്റൻറ്റ് വളരെ കുറവാണ് ടൈം പീരീഡ് ഓഫ് ആ ഇൻപുട്ട് സിഗ്നലിനെ കാട്ടി. അതുകൊണ്ട് കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നു, ചാർജ് ചെയ്ത് അതിൻ്റെ ഒരു പീക്കിലെത്തുന്നു. അതുപോലെ തന്നെ നെഗറ്റീവിലേക്ക് പോകുന്നത് വളരെ ആ ഒരു നെഗറ്റീവ് പീക്ക് തുടങ്ങി അല്പം കഴിഞ്ഞിട്ടാണ് ആ ഒരു ഡിസ്ചാർജിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു ആംപ്ലിറ്റ്യൂഡ് ലെവലും ഏകദേശം ആ ഒരു കൊടുത്തേക്കുന്ന ഇൻപുട്ടിൻ്റെ അത്രയും തന്നെ നമുക്ക് കപ്പാസിറ്റർ ചാർജിങ് ആവുന്നത് കാണാൻ പറ്റും. ഓക്കെ,
ഇനി നമുക്കെന്താണ് കപ്പാസിറ്ററിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റുന്നതിനനുസരിച്ചിട്ട് നമുക്കെന്താണ് വീണ്ടും നമുക്ക് ഓൾമോസ്റ്റ് ഒരു ടൈം പീരീഡിനെ അടുപ്പിച്ചുള്ളൊരു വാല്യൂ കൊടുക്കാൻ വേണ്ടി കപ്പാസിറ്ററിന് ഒരു 0.22 മ്യൂ ഓഫ് ഇട്ട് ചെയ്ത് നോക്കുമ്പോഴും വേവ് ഷേപ്പിലുണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കപ്പാസിറ്ററിൻ്റെ ചാർജിങ് ഡിസ്ചാർജിങ് എന്ന് പറഞ്ഞാൽ ആർ സി ടൈം കോൺസ്റ്റൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് പോകുന്നത്. ഈ ആർ സി ടൈം കോൺസ്റ്റൻറ്റും ടൈം പീരീഡും തമ്മിലുള്ള ഒരു റിലേഷൻ വച്ചിട്ടാണ് നമുക്ക് വേവ് ഫോമിൽ ആ ഒരു ചേഞ്ച് ഉണ്ടാവുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിപ്പോൾ പ്രാക്ടിക്കലി ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ ആയിരിക്കണം ആർ സി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ടി ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷനും ഞാൻ കാണിച്ചത് ആ ഒരു ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമുക്ക് ആദ്യം കിട്ടിയതാണ് ശരിക്കും ഇൻ്റഗ്രേറ്ററിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് പറയുന്നത്. ഇതിപ്പോൾ കപ്പാസിറ്ററിൻ്റെ വാല്യൂ ഞാനൊന്ന് ചേഞ്ച് ചെയ്തപ്പോഴേക്കും എന്താണ് ആ ഒരു ചാർജിങ് ടൈം പീരീഡും ആർ സി ടൈം കോൺസ്റ്റൻറ്റും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം വന്നത് കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റും. VPP നോക്കുവാണെങ്കിൽ ഇച്ചിരി കൂടി കപ്പാസിറ്ററിൻ്റെ ചാർജിങ് ആംപ്ലിറ്റ്യൂഡ് ലെവല് കൂടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. സോ ഇതാണ് ഒരു പ്രാക്ടിക്കൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചതാണ് എന്താണ് വേരിയേഷൻ വരുന്നു എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഇൻ്റഗ്രേറ്ററിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇൻ്റഗ്രേറ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടു നോക്കുക. എന്നാലാണ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതാണ് ഒരു ആർ സി ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ഈ ഡിസൈൻ ഫോളോ ചെയ്തിട്ടുള്ള വേവ് ഫോമാണ് നിങ്ങൾ ആദ്യം കാണാൻ പറ്റിയത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.